ഒരു രാഷ്ട്രീയ സംഘടന പോലീസ് സ്റ്റേഷനിലോട്ട് നടത്തിയ മാർച്ചിൽ അതിലുണ്ടായവരെയെല്ലാം പോലീസ് പിടിച്ച് സെല്ലിലിട്ടു. സെല്ലിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ സംശയത്തിന്റെ പേരിൽ പിടിച്ചവരെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് തളിപ്പറമ്പ് മേഖലയിൽ സമാനമായ രീതിയിൽ ഒരു റേപ്പും കൊലപാതകവും നടന്നു. എന്നാൽ ആ വീട്ടിൽ സ്ത്രീയുടെ 6 വയസ്സു പ്രായമായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട പെൺകുട്ടി ബഹളം വയ്ക്കാതെ അടുക്കളവാതിൽ തുറന്ന് ജനലരികിലെ മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. പെൺകുട്ടി വളരെ വ്യക്തമായി തന്നെ ചന്ദ്രനെ കണ്ടിരുന്നു. കൊലപാതകത്തിന് ശേഷം കിണറരികിൽ നിന്ന് മദ്യപിച്ച് മദ്യക്കുപ്പി അവിടെ തന്നെ വലിച്ചെറിഞ്ഞ് ചന്ദ്രൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയായിരുന്ന 6 വയസ്സുകാരിക്ക് പോലീസ് അവിടെയുള്ള ക്രിമിനൽസിന്റെ എല്ലാ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് സംശയത്തോടെ പെൺകുട്ടി ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയും മദ്യക്കുപ്പി എറിഞ്ഞ കാര്യം പോലീസിനോട് പറയുകയും ചെയ്തു. അങ്ങനെ പോലീസ് മദ്യക്കുപ്പി കളക്ട് ചെയ്യുകയും അതിൽ നിന്ന് ഫിംഗർ പ്രിന്റ് ശേഖരിക്കുകയും ചെയ്തു. ഇത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ച 16 പേരുടെ ഫിംഗർ പ്രിന്റിൽ ഒരാളതുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, പെൺകുട്ടി കാണിച്ചു തന്ന ഫോട്ടോയിൽ കാണുന്ന ആളുമായി ചന്ദ്രന് നല്ല സാമ്യമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നു ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊലയാളി ചന്ദ്രനാണെന്ന് പോലീസിന് ബോധ്യപ്പെടുകയും ചന്ദ്രനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തു. ചന്ദ്രനെ പോലീസ് പിടികൂടുമ്പോഴേക്കും 14ാമത്തെ കൊലപാതകം ചെയ്തു കഴിഞ്ഞിരുന്നു.